ഞങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പൊ അവർക്ക് ഞങ്ങൾ അമ്മമാരാണ്. അപ്പൊ അവരെ ഞങ്ങൾക്ക് ഉപേക്ഷിച്ച് വരുന്നതിന് കുറെ പരിമിതികളുണ്ട്. അപ്പൊ കുറച്ചു നാൾ മുന്നേ ഞങ്ങൾ ഒരു 36 ദിവസം രാപ്പകൽ സമരം നടത്തുകയും ചർച്ചയ്ക്ക് വിളിക്കുകയും അതിൽ ഞങ്ങൾക്ക് കുറെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ വെക്കുകയും അതിന് കുറെ ഉറപ്പുകൾ നൽകുകയും ചെയ്തു. പക്ഷെ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ സമരത്തിന് വന്നത്. ഇന്ന് മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടറിയുടെ മുമ്പിലാണ്. നമ്മൾ മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് ഓരോ ആഴ്ചയിലും ഒരു ദിവസം സെക്രട്ടറിയുടെ മുമ്പിലെ സമരങ്ങൾ അതിനെക്കുറിച്ചുള്ള ന്യൂസ് ചെയ്യാറുണ്ട്. പലരും നീതി തേടിയുള്ള പോർവിളികളുമായി അല്ലെങ്കിൽ നീതി തേടിയുള്ള സമരമുറകളുമായിട്ടാണ് സെക്രട്ടറി മുമ്പിൽ എത്താറുള്ളത്. പലരും അവരുടെ അവകാശങ്ങൾ നേടിയെടുത്ത് മടങ്ങാറുണ്ട്. ചിലർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. എങ്കിൽ ഇവിടെ കാരണം കാലത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു നാടിന്റെ തന്നെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് അധ്യാപകർ. അതിൽ പ്രത്യേകിച്ച് പ്രീ പ്രൈമറി അധ്യാപകർ കൂടുതൽ അവർക്ക് വാല്യൂ ഉള്ളതാണ്, കാരണം കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ സർക്കാർ ഇപ്പോൾ ഇതിനൊരു അവ്യക്തത കാണിക്കുന്നു എന്നുള്ളതാണ് പരാതികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പ്രീ പ്രൈമറി അധ്യാപകർ അവഗണിക്കപ്പെടുന്നതാണ്. കാരണം അവർക്ക് സ്ഥിരമായ ജോലി അല്ലെങ്കിൽ അവർക്ക് വേതനം, പെൻഷൻ ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എങ്കിൽ ഇവിടെയാണ് ഈ ഒരു കൂട്ടായ്മ അഥവാ പ്രീ പ്രൈമറി ജീവനക്കാരുടെ രാപ്പകൽ സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു. ശക്തമായ നിലയിലാണ് ഇതിന്റെ സമരമുറകളുമായി മുന്നോട്ട് പോയിട്ട് ഈ പൊരി വെയിലത്ത് തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സ്, അധ്യാപകർ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ നാടിനെ അറിവുകൾ പകരേണ്ട അധ്യാപകർ ഇവിടെ ഈ വെയിലും കൊണ്ട് മക്കളുമായി ഇവിടെ ഇരിക്കുകയാണ്. എന്തായാലും അതിന്റെ ലൈവ് ന്യൂസിലേക്ക് പോകാൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട്, അധികാരി കാണേണ്ടതുണ്ട്. എന്താണ് ഇവർക്ക് സർക്കാരിനോട് പറയാനുള്ളത്? മലയാള ജനതാ ന്യൂസ് വഴി അത് അവർ പങ്കുവെക്കുകയാണ്. നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഷെയറിലാണ് തീർച്ചയായും ഇവർക്ക് ഇവരുടെ നീതി അത് നടപ്പിൽ വരുത്തണം. എന്താ നമുക്ക് എന്റെ ലൈവിലേക്ക് പോകാം. ഒരു സമരമായിട്ട് നിൽക്കാൻ ഇതിന്റെ ഉദ്ഘാടനം സി വി അമ്പിളിയാണ് ഇവിടെ നിർവഹിച്ചത്. കാരണം സർക്കാരിൽ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത്. പക്ഷേ സർക്കാർ അറിയാൻ വേണ്ടി അവരുടെ സമരമുറകൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്നത് പാട്ടുണ്ട്, കഥയുണ്ട്, കളികളുണ്ട്, ഉത്സവങ്ങൾ പലതുമുണ്ട്. പാട്ടുണ്ട്, കഥയുണ്ട്, കളികളുണ്ട്, ഉത്സവങ്ങൾ പലതുമുണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഞങ്ങൾ പ്രീ പ്രൈമറിക്കാരുടെ കഥ, ഞങ്ങളുടെ കഥനം നിറഞ്ഞ കഥ, ഞങ്ങളുടെ കഥനം നിറഞ്ഞ കഥ. ട്രെയിനിങ്ങും മീറ്റിങ്ങും പുറപോലുണ്ട്, പ്രീ പ്രൈമറിക്കാർക്കോ ശമ്പളമില്ല. ട്രെയിനിങ്ങും മീറ്റിങ്ങും പുറപോലുണ്ട്, പ്രീ പ്രൈമറിക്കാർക്കോ ശമ്പളമില്ല. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഞങ്ങൾ കെഞ്ചി പറഞ്ഞ കഥ, ഞങ്ങൾ കെഞ്ചി പറഞ്ഞ കഥ. ജീവിക്കാനോ വേതനമില്ല, ജോലി ചെയ്താലോ ശമ്പളമില്ല. ജീവിക്കാനോ വേതനമില്ല, ജോലി ചെയ്താലോ ശമ്പളമില്ല. വർഷങ്ങൾ പലതും കടന്നുപോയി, ഞങ്ങളോ പെരുവഴിയായി. വർഷങ്ങൾ പലതും കടന്നുപോയി, ഞങ്ങളോ പെരുവഴിയായി. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഞങ്ങൾ പ്രീ പ്രൈമറിക്കാരുടെ കഥ, ഞങ്ങൾ പ്രീ പ്രൈമറിക്കാരുടെ കഥ. എന്തായാലും നമുക്ക് ഇവരുടെ പ്രയാസം ഈ പറഞ്ഞതുപോലെ തന്നെ പാട്ടുപാടിയും അവർ നിൽക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ നാടിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി അവർക്ക് അക്ഷര വിദ്യാഭ്യാസം അല്ലെങ്കിൽ പകർന്നു കൊടുക്കേണ്ടവരാണ് പ്രത്യേകിച്ച് അധ്യാപകർ. അവരാണ് ഈ പൊരുവേലത്ത് ഇവിടെ അവര് സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്താണ് അവരുടെ സങ്കട കഥകൾ എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ടതിന് പരമാവധി പ്രേക്ഷകർ ഇത് ഷെയർ ചെയ്യണം. ഇത് അധികാരികളുടെ മുന്നിൽ എത്തണം. പലപ്പോഴും ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നീതി തേടി എത്തിയവർക്ക് നീതി കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓരോ ഷെയറിങ്ങുമാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും അവരുടെ പ്രയാസങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോ പ്രത്യേകിച്ച് ഈ ഒരു രാപ്പകൽ സമരവുമായി രംഗത്തിറങ്ങുമ്പോൾ എന്താണ് നിങ്ങൾ സർക്കാരിനോട് മുന്നോട്ട് വയ്ക്കുന്ന പരാതി? ഞങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അത്യാവശ്യ സാമ്പത്തിക സഹായവും മറ്റ് ആവശ്യങ്ങളുമാണ് ഉന്നയിക്കുന്നത്. ഞങ്ങൾ 1988 മുതലാണ് പ്രൈമറി വിദ്യാഭ്യാസ PTA കീഴിൽ പ്രീ പ്രൈമറികൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് പല പ്രീ പ്രൈമറി അധ്യാപകരും അവരുടെ സ്വന്തം ചെലവിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് സ്കൂളുകൾ ആരംഭിക്കുകയും അതിനുശേഷം അവരുടെ ജീവിതം മുഴുവനും അവരുടെ ആരോഗ്യം മുഴുവനും ആ സ്കൂളിന് വേണ്ടി ചെലവിടുകയൊക്കെ ചെയ്തു. അപ്പം സംസ്ഥാനത്ത് ഇപ്പം 14 കേന്ദ്രങ്ങളിലാണ് ഞങ്ങൾ ഈ രാപ്പകൽ സമരം നടത്തുന്നത്. തുടർന്ന്
വന്ന ഓരോ സർക്കാരിനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വളരെ പരിമിതമായ 52-ലധികം PSC നിയമിച്ച ജീവനക്കാരുള്ള പ്രീ പ്രൈമറി മേഖലകളുണ്ട്. എന്നാൽ മറ്റ് ഭൂരിഭാഗവും PTA കീഴിലാണ്. പക്ഷേ 2012 മുൻപ് ജീവനക്കാരായി കയറിയ ജീവനക്കാർക്ക് ഓണറേറിയം കിട്ടുന്നുണ്ട്. അത് അധ്യാപികമാർക്ക് 12,500, ആയമാർക്ക് 7,500 നമ്മുടെ നിലവിലെ സാഹചര്യത്തെ നോക്കിക്കണ്ടാൽ നമുക്കറിയാം അത്തരമൊരു വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള സാധിക്കില്ല. നമ്മുടെ നിത്യ ചെലവുകളുടെ വർധന അതാണ്. പക്ഷെ കുറെ കാലങ്ങളായി നമ്മുടെ ജീവിത ചെലവുകൾ ഇങ്ങനെ കൂടുന്നുണ്ട് എങ്കിലും അതിന് അനുപാതികമായി നമ്മൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുകയോ എന്നാൽ തുല്യവേതനം, അതായത് കുറച്ച് അധ്യാപകർ PSCയിൽ നിന്നും LP സ്കെയിലിൽ ജീവനക്കാരായി വേതനം പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓണറേറിയം ആണ് കിട്ടുന്നത്. ഓണറേറിയം കിട്ടുന്നുവെങ്കിലും നമ്മുടെ തുല്യ ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പൊ 2017 പ്രശിക്ഷ എന്ന് പറയുന്ന ഒരു പൊതുവായ സിലബസ് പ്രീ പ്രൈമറി മേഖലകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിശീലനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്. സ്റ്റാർസ് പദ്ധതി പ്രകാരം SSKയുടെ ഭാഗമായിട്ട് വർണ്ണക്കൂടാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ കുഞ്ഞുങ്ങളുടെ വികാസ മേഖലകൾക്ക് അനുസരിച്ചുള്ള കളിയിടങ്ങളും പ്രവർത്തനയിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രീ പ്രൈമറി മേഖലയിലേക്ക് സർക്കാർ മറ്റ് അക്കാദമിക പരമായ കാര്യങ്ങളിലും മറ്റ് കാര്യങ്ങളിലും ധാരാളം പൈസ ചെലവാക്കുന്നുണ്ട് എങ്കിലും ജീവനക്കാരെ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. സത്യത്തിൽ ഇപ്പോ ഈ ഒരു സമരമായ രംഗത്തിറങ്ങുമ്പോൾ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്താണ് നിങ്ങൾക്കുള്ളത്? കാരണം സർക്കാർ ഇപ്പോ എന്ത് നടപ്പിൽ വരുത്തണം എന്നുള്ള അവകാശങ്ങളാണ് നിങ്ങൾ പറയാറ്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ 88-ൽ തന്നെ ജീവനക്കാരായി കയറി 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള അധ്യാപകരും ആയമാരും ഇപ്പോൾ ഉണ്ട്. അപ്പോ ഈ നമുക്കറിയാമല്ലോ നമ്മുടെ ഓരോ തലമുറയും വരുന്നത് അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയി നമ്മൾ ഈ ജീവനക്കാർക്ക് നമ്മുടെ 70 വയസ്സായി അല്ലെങ്കിൽ 70 വയസ്സിന് മുകളിലുള്ള അമ്മമാർക്ക് വീടുകളിൽ വിശ്രമ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അവർക്കൊന്നും കിട്ടുന്നില്ല. ഈ അവിടെ നിന്ന് മാറിപ്പോയാൽ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വരുമാനവും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. അവരുടെ ഗുളികകൾ വാങ്ങിക്കണം, ചികിത്സാ ചെലവ്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ആ 12,500 അതെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ള ദയനീയമായ അവസ്ഥയിൽ ജീവനക്കാരായി തുടരുന്ന പല അമ്മമാരും ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിന് ശേഷം വന്ന ഓണറേറിയം കിട്ടുന്നവരുണ്ട്, ഞങ്ങളെ പോലുള്ളവർ. അവരുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. 2012-ന് ശേഷം കയറിയവരാണെങ്കിൽ അവർക്ക് ഒരു വരുമാനവും കിട്ടുന്നില്ല. അവർക്ക് PTA പിരിച്ചു നൽകുന്ന 2,000-ഓ 3,000-ഓ രൂപയാണ്. പക്ഷെ എല്ലാവരും പ്രൈമറി സ്കൂളിലെ അധ്യാപകരായിട്ടാണ് വരുന്നത്. അധ്യാപകർ എന്ന ഒരു പൊതു ലേവലുണ്ട്, അതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള വേതനം കിട്ടത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് പ്രധാനമായിട്ടും സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കുക, ഈ പ്രായമേറിയ ആൾക്കാർക്ക് മാന്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു പെൻഷൻ പറ്റിക്കൊണ്ട് തന്നെ വിശ്രമ ജീവിതം അനുവദിക്കുക. പിന്നെ മറ്റ് ഇപ്പം പുതുതായി കയറിയ ജീവനക്കാർക്കും അവർക്കും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് കൃത്യമായ വേതനം നൽകുക. ഇത്തരം ആവശ്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത് പോലെ അവരുടെ അവകാശങ്ങൾ അഥവാ ഇതുവരെയും അവർ ചെയ്ത വേതനങ്ങൾ അത് തീർച്ചയായും ആ വേതനങ്ങൾ അവർക്ക് കിട്ടേണ്ടതുണ്ട്. ആ വേതനങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സമരമുറയാണ് നടക്കുന്നത്. നമുക്ക് എന്തായാലും ഒരുപാട് വീട്ടമ്മമാരടക്കമുള്ള ആളുകളാണ് അധ്യാപകരായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. എന്താണ് ബാക്കിയുള്ള പറയാനുള്ളത്? എന്റെ പേര് റഷീദ. ഞാൻ ഗവൺമെന്റ് UPS തിരുമലയിൽ വർക്ക് ചെയ്യുന്ന. ഞാൻ ഇവിടെ ഇതിൽ വന്നിട്ട് 23 വർഷമായി. ഇതുവരെ ഒരു ശമ്പളം എന്ന് പറഞ്ഞാൽ ആദ്യം 300 രൂപയിലാണ് നമ്മൾ തുടങ്ങിയത്. 12,500 രൂപ തന്നിട്ട് ഇപ്പൊ 10 വർഷം ആകുമ്പോൾ ഒരു മാറ്റവും ഇല്ല. നമുക്ക് പെൻഷൻ ഇല്ല, ശമ്പളം ഇല്ല. നമുക്ക് സ്കെയിൽ ഓഫ് പേ, നമ്മൾ സാധാരണ എല്ലാ ജീവനക്കാരെയും പോലെ നമുക്ക് ശമ്പളം കിട്ടണം, നമുക്ക് പെൻഷൻ കിട്ടണം, നമുക്ക് ഒന്ന് വിശ്രമിക്കാൻ. ഇത്രയും വർഷമായി എന്നിട്ട് ഏജ് ഒക്കെ ഓവർ ആവാറായി, എന്നാൽ നമുക്കൊന്ന് വിശ്രമം കിട്ടുന്നില്ല. അപ്പം നമുക്ക് വിശ്രമം വേണം. പെൻഷൻ, ഗവൺമെന്റ് നമുക്ക് പെൻഷൻ തരണം, നമുക്ക് ശമ്പളം തരണം. നമുക്കാണെങ്കിൽ അസുഖം വന്നാൽ ചികിത്സിക്കാനൊന്നും ഇപ്പൊ കിട്ടുന്ന പൈസയൊന്നുമില്ല. അപ്പൊ അതിനുവേണ്ടിയുള്ള മെഡിക്കൽ അങ്ങനെ ഒരു സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടില്ല. അപ്പൊ ഇനിയെങ്കിലും സർക്കാർ ഒന്ന് ഞങ്ങളെ വിഷമങ്ങൾ കാണണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിലിപ്പോ എവിടെ നിന്നൊക്കെയുള്ള ആളുകളാണ് ടീച്ചേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? കേരളം മൊത്തത്തിലുണ്ട് ഞങ്ങൾ പ്രീ പ്രൈമറി അധ്യാപികമാര്. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ്. ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെയുള്ള പിന്നെ മെഡിക്കൽ, അതായത് പിന്നെ മെഡിസെഫ് പോലെയുള്ള ഒരു ആനുകൂല്യങ്ങൾ ഞങ്ങൾക്കില്ല. അതുപോലെ തന്നെ കൊടുക്കുന്നത് പോലുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ല. അതുപോലെ ഞങ്ങൾക്ക് ഓണറേറിയത്തിൽ നിന്നും മാറി ഞങ്ങൾക്കും സ്കെയിൽ ഓഫ് പേയിലോട്ട്, ഞങ്ങളെ പോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രീ പ്രൈമറി അധ്യാപികമാര് ഓണററി അല്ലാതെ ശമ്പള സ്കെയിലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. ഇതിലൊരു ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണം. ഞങ്ങൾ ഈ ബഡ്ജറ്റ് വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കാത്തിരുന്നത്. പക്ഷെ അത് വളരെയധികം നിരാശാജനകമായിരുന്നു.
എന്തായാലും ഒരു സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ സമരമുഖത്ത് എത്തിയത്. എന്നാൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു നല്ല ഏജ്ഡായ ഒരു അമ്മയും നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്നാലേ നമ്മൾ വരാം. എങ്ങനെയാണ് അമ്മ ഇപ്പോ എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾ ഈ ന്യായപൂർവമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം എത്തിയിട്ടുള്ളത്. എവിടെ നിന്നാണ് അമ്മ വരുന്നത്? എന്താണ് ഇപ്പൊ സർക്കാരിന് പറയാനുള്ളത്? തിരുമല UP സ്കൂളിൽ നിന്ന് വരികയാണ്. 23 വർഷമായി ഞാൻ ആയിട്ട് കയറിയിട്ട്. അന്ന് കയറിയപ്പോഴത്തേക്ക് 100 രൂപ 75 രൂപയാണ് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. 2012 ഞങ്ങൾക്ക് 3500 രൂപ കിട്ടിയത്. അത് കഴിഞ്ഞ് 2016 അത് 6000 രൂപയായി. ഇപ്പൊ 7500 രൂപയാണ് കിട്ടുന്നത്. മരുന്ന് വാങ്ങാൻ പോലും തികയില്ല. സത്യം പറഞ്ഞാല് വളരെയധികം പ്രയാസമുണ്ട്. ഇനി എനിക്ക് 72 വയസ്സായി. ഇനിയുള്ള സമയം ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇല്ല. അങ്ങനെ ആരോഗ്യങ്ങളെല്ലാം ക്ഷയിച്ചു. നമ്മുടെ നല്ല സമയമെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചു. ഇപ്പം നമുക്ക് യാതൊരു ഗതിയും ഇല്ല. മക്കൾക്ക് തരാനായിട്ട് മക്കളും കൂലിപ്പണിക്കാരാണ്. അവർക്കും ഞങ്ങളെ അന്വേഷിക്കാനുള്ള സാമ്പത്തികം ഇല്ല. ഇത്രയും നാൾ നമ്മള് ചെയ്ത സേവനത്തിന് ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനൊരു പാരിതോഷികം എന്ന നിലയ്ക്കെങ്കിലും കൊടുത്ത ആനുകൂല്യം നമുക്ക് കിട്ടണം. അതെ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് വേണ്ടിയിട്ട് എന്നെ പോലുള്ള എല്ലാ രക്ഷകർത്താക്കൾക്കും കിട്ടേണ്ട ആനുകൂല്യം തന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കും. പെൻഷൻ പ്രായം നിജപ്പെടുത്തുക, പിന്നെ പ്രീ പ്രൈമറി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുക. ഇതില് ഇപ്പോ നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു പൊരുവേലത്തും ഇതേപോലെ നിങ്ങൾ വീട്ടുകാരെ ഉപേക്ഷിച്ച് മക്കളെ ഉപേക്ഷിച്ചൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സ്വാഭാവികമായും മറ്റുള്ള സമരങ്ങളെ പോലെ ഇത് നീണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാതിരിക്കുകയോ ചെയ്താൽ എന്ത് നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം? ഞങ്ങള് വളരെ ആശങ്കയിലാണ്. കാരണം ഈ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ സ്കൂളുകളിൽ ഞങ്ങൾക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പൊ അവർക്ക് ഞങ്ങൾ അമ്മമാരാണ്. അപ്പൊ അവരെ ഞങ്ങൾക്ക് ഉപേക്ഷിച്ച് വരുന്നതിന് കുറെ പരിമിതികളുണ്ട്. അപ്പൊ കുറച്ചു നാൾ മുന്നേ ഞങ്ങൾ ഒരു 36 ദിവസം രാപ്പകൽ സമരം നടത്തുകയും ചർച്ചയ്ക്ക് വിളിക്കുകയും അതിൽ ഞങ്ങൾക്ക് കുറെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ വെക്കുകയും അതിന് കുറെ ഉറപ്പുകൾ നൽകുകയും ചെയ്തു. പക്ഷെ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ സമരത്തിന് വന്നത്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഇന്നും നാളെയും. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ക്ലാസ്സുകളിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്താണ് ഞങ്ങളുടെ പ്രശ്നം? അപ്പം സ്കൂളിൽ പ്രീ പ്രൈമറി ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പ്രീ പ്രൈമറിയുടെ മാത്രം ഉത്തരവാദിത്തമായി ചിലപ്പോഴൊക്കെ പരിമിതപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ആശങ്കകൾ ഞങ്ങൾക്കാണ്. രക്ഷിതാക്കൾ ഞങ്ങളോടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നില്ല, ഞങ്ങൾ ഇനി ആരെയാണ് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കേണ്ടത്? അപ്പൊ ഇത് എങ്ങനെ നീട്ടിക്കൊണ്ടു പോകും എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ധാരണയും ഇല്ല. ഞങ്ങൾ ആശങ്കയിലാണ്. എത്രയും വേഗം ഈ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. സർക്കാരിനോട് ഞങ്ങളെ അവർ മനസ്സിലാക്കി ഞങ്ങളെ അംഗീകരിച്ച് ഞങ്ങൾക്ക് അർഹതയുള്ളത് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ഇന്ന് വരുന്നത് ഞാനും എൻ്റെ സ്കൂളിലെ അധ്യാപകരിൽ നിന്ന് രൂപ കടം വാങ്ങിക്കൊണ്ടാണ് വന്നത്. ഇവിടെ വരാൻ പോലും കടം വാങ്ങിയാണ് വന്നത്. അതെ അതെ. എങ്ങനെയാണ് ഇവിടെ ഉള്ള ഇപ്പൊ ഉച്ചഭക്ഷണവും വരവ് ചെലവൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കളക്ട് ചെയ്യുക? വരവ് ചെലവ് നമുക്ക് സ്കൂളിന് എല്ലാം തൃപ്തികരമാണ്. സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും എല്ലാം നല്ല തൃപ്തികരമാണ്. പക്ഷെ പ്രീ പ്രൈമറി അധ്യാപകരെ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ഒരവസ്ഥയിൽ പോവുകയാണ്. ഈ ശമ്പളം സമയത്ത് തരികയുമില്ല. അത് ഞങ്ങൾക്ക് വലിയ വേദനയാണ്. ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുക. തീർച്ചയായും അവരുടെ അവകാശങ്ങൾ തീർച്ചയായും നീതിപൂർവമാണ്. അവരുടെ അവകാശങ്ങളാണ്. അത് അവരുടെ മാത്രം അവകാശങ്ങൾ. അത് മാത്രമാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർ ഇത് ഷെയർ ചെയ്യണം. അധികാരികളോട് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ഈ അമ്മമാർ അവര് അധ്യാപകരാണ്, അറിവുകൾ പകർന്നു നൽകേണ്ട ആളുകളാണ്. സത്യത്തിൽ അവർക്ക് കിട്ടുന്ന വേതനം കിട്ടിയാൽ മാത്രമേ അറിവുകൾ പകർന്നു നൽകാൻ പാടുള്ളൂ. ഇല്ലാതെയായി പോയാൽ തീർച്ചയായും അറിവുകൾ അസ്തമിച്ചു പോകും. പിന്നെ ഇരുണ്ടറിഞ്ഞ അവസ്ഥയിലായിരിക്കും നമ്മുടെ നാടും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ മുന്നോട്ട് വരാൻ ഏത് രീതിയിലും അവർ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിനുവേണ്ടി സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. അവരുടെ ന്യായമായ അവകാശങ്ങൾ അത് അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് മലയാള ജനതാ ന്യൂസിലും പറയാനുള്ളത്. എന്നാലും പുതിയ ന്യൂസുമായി കാണുന്നവരെ തൽക്കാലം വിട. ബായ്. പാട്ടുണ്ട്, കഥയുണ്ട്, കളികളുണ്ട്, ഉത്സവങ്ങൾ പലതുമുണ്ട്. പാട്ടുണ്ട്, കഥയുണ്ട്, കളികളുണ്ട്, ഉത്സവങ്ങൾ പലതുമുണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഞങ്ങൾ കെഞ്ചി പറഞ്ഞ കഥ, ഞങ്ങൾ കെഞ്ചി കെഞ്ചി പറഞ്ഞ കഥ. ട്രെയിനിങ്ങും മീറ്റിങ്ങും മുറ പോലുണ്ട്, പ്രീ പ്രൈമറിക്കാർക്കോ ശമ്പളമില്ല. ട്രെയിനിങ്ങും മീറ്റിങ്ങും മുറ പോലുണ്ട്, പ്രീ പ്രൈമറിക്കാർക്കോ ശമ്പളമില്ല.
കേൾക്കണോ പ്രിയ കൂട്ടരെ ഞങ്ങൾ കെഞ്ചി പറഞ്ഞ കഥ ഞങ്ങൾ കെഞ്ചി കെഞ്ചി പറഞ്ഞ കഥ ജീവിക്കാനോ വേതനമില്ല മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ മലയാള ജനത ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുക.